എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങളായിട്ട് ദിലീപ് നടിയെ ആക്രമിച്ചപ്പെട്ട കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന് അതിന് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളൊന്നുമില്ല. പൾസർ സുനി എന്ന് പറയുന്ന ഈ കൃത്യം ചെയ്ത വ്യക്തിയുടെ മൊഴി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിലീപ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ജയിലിലടക്കുകയും ഇപ്പോൾ അദ്ദേഹം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ്റെ ചരിത്രമെടുത്താൽ ഇദ്ദേഹം പണ്ട് ദിലീപിൻ്റെ ഡ്രൈവറായിരുന്നു. അതിനുശേഷം വേറെ ആരുടെയൊക്കെ ഡ്രൈവറായിട്ട് ഇവൻ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടി ഷൂട്ടിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ഈ നടിയുടെ വാഹനത്തിന് കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വാഹനത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനകത്തെ ഡ്രൈവർ മറ്റൊരു വാഹനത്തിലേക്ക് ഈ നടിയെ കയറ്റി വിടുകയായിരുന്നു. അങ്ങനെ ആ കയറ്റി വിട്ടിട്ട് ആ വാഹനത്തിൽ വെച്ച് അതിക്രൂരമായിട്ട് ഈ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ഈ നടി ആക്രമിക്കപ്പെടുകയായിരുന്നു. ആക്രമിച്ചവൻ പൾസർ സുനി മാത്രമായിരുന്നു. ബാക്കിയുള്ള കുറച്ച് പേര് വീഡിയോ എടുക്കുകയും കണ്ട് രസിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ആ നടിയുടെ വാഹനം ഓടിച്ച ഡ്രൈവർ തൊട്ട് അവിടെ വീഡിയോ എടുത്ത സകല അവന്മാരും ഇതിനകത്ത് പ്രതികളായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പൾസർ സുനി അവൻ്റെ ഉദ്ദേശം നമ്മൾക്ക് മനസ്സിലാകും. കാരണം അവൻ ഇതിനു മുന്നേയും ഇതുപോലെയുള്ള അറ്റംപ്റ്റുകളൊക്കെ പല നടികൾക്ക് നേരെയും ഇവൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം, അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ചില നടിമാരുടെ അവർ താമസിക്കുന്ന ഹോട്ടലിലോട്ട് അവർ താമസിക്കാൻ റൂം തുറന്ന് ചെല്ലുമ്പോൾ അവരുടെ കട്ടിലിൻ്റെ അടിയിൽ പൾസർ സുനി കിടക്കുന്ന കണ്ടിട്ട് അവർ ആ റൂമിൽ പോലും കയറാതെ അവർ പുറത്തിരുന്ന് നേരം വെളുപ്പിച്ച കഥയൊക്കെ ഇവർ ഹേമ കമ്മിറ്റി മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾക്കതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ഈ ഫീൽഡിനകത്ത് കിടന്ന് കുറേ അവൻ അതിനകത്ത് കളിച്ചിട്ടുണ്ട്. അവൻ അതിനകത്ത് കുറേ കിടന്ന് കളിക്കുകയും കുറേ പേരെയൊക്കെ അവൻ ദുരുപയോഗം ചെയ്യുകയും ഒക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ അവന് വഴങ്ങിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ അവൻ കട്ടിലിൻ്റെ അടിയിൽ കയറി കിടന്നത്. ഇല്ലെങ്കിൽ അവൻ അത്ര ധൈര്യത്തോടെ കയറി കിടക്കത്തില്ല. ഇതിനു മുൻപേയും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഭയം കൊണ്ട് ഇവനോട് സഹകരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ ഒരു പരിപാടിക്ക് നിന്നത്. അതായത് കട്ടിലിൻ്റെ അടിയിൽ കയറി കിടക്കുവാൻ ഇവൻ ധൈര്യം കാണിച്ചത്. അപ്പോൾ ഇവൻ ഒരു പക്ക ക്രിമിനലാണ്. ഇവൻ ഇങ്ങനത്തെ സ്ത്രീ വിഷയത്തിലൊക്കെ ഇവൻ പക്ക ക്രിമിനലാണ് എന്ന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തന്നെ നമ്മൾക്ക് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ദിലീപ് കേസുമായിട്ട് ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ദിലീപ് എന്ന വ്യക്തിക്ക് ആക്ച്വലി ഈ ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് വിഷയങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ആദ്യം പലരും അത് മൊഴി കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് വഴക്കാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൾസർ സുനി ഈ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ദിലീപിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ പൾസർ സുനിക്കും ഈ വിഷയം അറിയാം. ദിലീപും ഈ നടിയുമായിട്ട് നല്ലൊരു എന്തോ ഇഷ്യൂ അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് എന്ന് ഇവനറിയാം. അപ്പോൾ ഇവൻ്റെ ഒരു ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇവന് ആ നടിയെ ഒന്ന് ഉപയോഗിക്കണം, ഒന്ന് ദുരുപയോഗം ചെയ്യുകയും വേണം. ഒപ്പം ഈ വീഡിയോ എടുത്ത് അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും വേണം. അവരുടെ വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും വേണം. അതുകൂടാതെ ഈ സി ഡിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി കാർഡുമായിട്ട് ദിലീപിനെ സമീപിച്ചു കഴിയുമ്പോൾ ദിലീപിന് ഓൾറെഡി ഇവളോട് കലിപ്പുള്ളതാണല്ലോ. അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് കലിപ്പുള്ളതാണ്. അപ്പോൾ ദിലീപ് എന്തായാലും ഇവനെ സപ്പോർട്ട് ചെയ്യുകയും ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിൽ നിന്നും ഒരു നല്ല പ്രതിഫലം ഇവന് കിട്ടുകയും ചെയ്യുമെന്നും ഈ കുറുക്കൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. ഈ പൾസർ സുനി എന്ന കുറുക്കൻ വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഇവൻ നടത്തിയ ഒരു നാടകമാണ്. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആ നടിയുടെ വാഹനം ഓടിച്ച ഡ്രൈവർ ഉൾപ്പെടെയുള്ള കുറച്ച് അവന്മാർ സപ്പോർട്ട് ചെയ്ത് നിന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനകത്ത് ഇവൻ്റെ ഇത് കൈവിട്ടുപോയി. കാരണം ഇവൻ ഈ മെമ്മറി കാർഡൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേക്കും ദിലീപോ ഫാമിലിയോ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അവരത് വാങ്ങിയില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഈ നടി ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇവൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം അവരുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഇവരത് മുൻപോട്ട് പോകത്തില്ല എന്നും ഇവൻ വിചാരിച്ചു. ഇനിയും പല പ്രാവശ്യം ഇതിൻ്റെ പേര് പറഞ്ഞ് ആ സ്ത്രീയെ ദുരുപയോഗം ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ മേടിക്കാമെന്ന് ഈ കുറുക്കൻ വിചാരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ അവൻ ചെയ്തത്. പക്ഷേ ഇവൻ്റെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ട് കാര്യങ്ങൾ നീങ്ങി ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നടി കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവന് രക്ഷപ്പെടണമെങ്കിൽ ഇവൻ്റെ മുന്നിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആരെങ്കിലും ഒരു പ്രശസ്തരായിട്ടുള്ള ഒരു വ്യക്തി ഇതിനകത്തോട്ട് വലിച്ചിടുക. അതിന് ഇവൻ ഉപയോഗിച്ച തന്ത്രമായിരുന്നു ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്തോട്ട് വലിച്ചിടുക. കാരണം അത് വലിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അത്
ജെനുവൻ ആണെന്ന് തോന്നും. കാരണം ദിലീപിന് ഓൾറെഡി ഈ നടിയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ കുടുംബജീവിതത്തിലെ വിഷയങ്ങളൊക്കെ ആയിട്ട് ഏതാണ്ടൊക്കെ ബന്ധപ്പെട്ട് ഈ നടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും തമ്മിൽ വഴക്ക് കൂടിയതൊക്കെ, പരസ്യമായ വഴക്ക് കൂടിയതൊക്കെ സിനിമാ മേഖലകളിൽ രഹസ്യമായ പരസ്യമാണ് താനും. അപ്പോൾ ഇവൻ ഇതൊക്കെ അങ്ങ് മുതലെടുത്തു. അപ്പോൾ ഇവൻ കരുതി ഓട്ടോമാറ്റിക്കായിട്ട് ദിലീപിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ അങ്ങ് കുരുക്കിക്കൊള്ളും, ഇവൻ അതിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോരാൻ പറ്റുമെന്ന് ഇവൻ അതിനകത്തുനിന്ന് വിചാരിച്ചു. അതാണ് ഇവൻ ദിലീപിനെതിരെ മൊഴി കൊടുക്കുവാനുള്ള കാരണം. അപ്പോൾ നമ്മൾക്കറിയാം, ഇത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതിക്രൂരമായിട്ടാണ് ഈ നടി പീഡിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഇത്രയും പ്രശസ്തയായ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്കറിയാം, ഏത് മനുഷ്യനാണെങ്കിലും ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിലും അതിനകത്ത് കാര്യമായി തന്നെ അതിനെ ഒത്തിരി സീരിയസ് ആയിട്ടും ഒത്തിരി മനുഷ്യത്വപരമായി തന്നെ ആ കേസിനെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ പൾസർ സുനി ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്ന് പറയുകയും ഒപ്പം ഈ നടിയോട് പറയുകയും ചെയ്തു, ഒരു കൊട്ടേഷൻ ആണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന സമയത്ത് പോലീസ് സ്വാഭാവികമായിട്ടും ഇവൻ്റെ മൊഴി വിശ്വസിക്കുകയല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു രീതിയിലാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഈ വ്യക്തി, അതായത് പൾസർ സുനി എന്ന കൃത്യം ചെയ്ത പ്രതി ഈ ഒരു കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കേസ് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം ഒരു പെൺകുട്ടി ഇന്നയാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പീഡനം നടന്നോ നടന്നില്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയമാണ്. ഇവർ ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പൾസർ സുനി പറഞ്ഞതിൻ്റെ മാറ്റർ വെച്ചിട്ട് ദിലീപിനെതിരെ കേസ് എടുക്കുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾക്കറിയാമോ, ദിലീപും ഫാമിലിയും ഈവൻ എന്തിനാ ഒരു കുഞ്ഞുണ്ട് അവർക്ക്, ആ ഒരു കുഞ്ഞു വരെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ക്രൂശിച്ചതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സത്യമാണോ എന്ന് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ദിലീപിനെ ന്യായീകരിക്കുകയൊന്നുമല്ല, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, പക്ഷേ ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ മനുഷ്യനെ പ്രതിയാക്കിയതിനകത്ത് ഒട്ടും യോജിക്കുവാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഒട്ടും യോജിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ്റെ പിന്നിലുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അവൻ്റെ ചരിത്രങ്ങൾ എടുത്താൽ മുഴുവൻ അവൻ പക്ക ക്രിമിനലാണ്. അവൻ ക്രിമിനൽ തരം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അവന് സ്ത്രീ വിഷയത്തിൽ ഒത്തിരി താല്പര്യമുണ്ട്. അപ്പോൾ ഇവന് ആ സ്ത്രീയെ, അതായത് ആ ആക്രമിക്കപ്പെട്ട നടിയുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അവർ സുന്ദരിയായ ഒരു നടിയാണ്. അപ്പോൾ സുന്ദരികളായ പെണ്ണുങ്ങളുടെ മേൽ ഇവനൊരു നോട്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നടികളുടെ കീഴെ ഇവൻ പോയി കട്ടിലിൻ്റെ കീഴൊക്കെ ഇവൻ പോയി കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവന് ഒത്തിരി ഇവരുടെ പുറകെ ഇവൻ അപ്രോച്ചുമായിട്ട് ചെന്നിട്ടും ഉണ്ടായിരിക്കണം. പക്ഷേ അതായത് ആക്രമിക്കപ്പെട്ട നടി ഇവനെ കുറ്റിച്ചൂലെടുത്ത് ഓടിച്ചു വിട്ടിട്ടുണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും കൂടി ഇവനുണ്ടാകണം. അപ്പോൾ അവൻ ഇതൊരു അവസരമായിട്ട്, അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരെ കിട്ടത്തില്ല എന്നിവന് ബോധ്യമായപ്പോൾ അവരെ ഒന്ന് ഉപയോഗിക്കുകയും വേണം, ഒപ്പം അവന് ഇതിൻ്റെ പിന്നിലുള്ള നേട്ടങ്ങൾ കൊയ്യുകയും വേണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ പക്ക ക്രിമിനലായ പൾസർ സുനി ഈ ദിലീപിൻ്റെ പേര് ഇതിനകത്ത് വലിച്ചിട്ടതെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഭയങ്കര അതിശക്തമായി തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദിലീപിനെതിരെ അല്ലാതെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ദിലീപിൻ്റെ ചരിത്രം എടുത്താൽ ദിലീപിന് ഒരിക്കലും ഇങ്ങനെയൊരു പൊട്ടത്തരം ദിലീപ് ചെയ്യുമെന്ന് ബുദ്ധിയുള്ള ആരും വിശ്വസിക്കത്തില്ല. കാരണം ദിലീപ് ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ദിലീപിന് അല്ലാതെ തന്നെ വേറെ ഏതൊക്കെ വിധത്തിൽ ഈ സ്ത്രീയോട് പ്രതികാരം വീട്ടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഈ കള്ളനെ ഒരിക്കലും ദിലീപ് ഈ പരിപാടി ഏൽപ്പിക്കത്തില്ല. കാരണം ദിലീപിൻ്റെ ഡ്രൈവർ ആയിരുന്നല്ലോ. അപ്പോൾ തന്നെ ഇവൻ്റെ കാര്യം മനസ്സിലാക്കാം. ഇവൻ അത്ര നല്ലവനല്ലാത്തത് കൊണ്ടാണല്ലോ ദിലീപ് പോലും ഇവനെ ഒഴിവാക്കി വിട്ടത്. ഇവൻ അത്ര നല്ലവനല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തിനെ ഒരിക്കലും ദിലീപ് ഈ കേസ് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഇവനെ ചുമതലപ്പെടുത്തത്തില്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും ഈ അവസരത്തിൽ നമ്മൾക്കിത് മനസ്സിലാകും. ഇത് കുറേയും കൂടെ നേരത്തെ വിവരമുള്ളവരതൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഒരു വ്യക്തിത്വമില്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ക്ലീൻ ഇമേജ് ഇല്ലാത്ത കുറേ വ്യക്തികളാണ് ദിലീപിനെ സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ദിലീപിനെതിരായിട്ട്, അല്ലെങ്കിൽ ഈ കേസ് പോകുന്നത് നേരായ വഴിക്ക് തന്നെയാണ്, ദിലീപ് തന്നെയാണ് പ്രതി എന്ന് നമ്മളൊക്കെ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നമ്മൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഈ പൾസർ സുനി എന്ന് പറയുന്നവന് പക്ക ക്രിമിനലാണെന്നും പക്ക വൃത്തികെട്ടവനാണെന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ ഒരു നടി വരുന്നതിന് മുൻപേ അവരുടെ കട്ടിലിൻ്റെ കീഴൊക്കെ പോയി കിടക്കണമെങ്കിൽ ഇവൻ എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത്? ഇവൻ ഈ ധൈര്യം വരണമെങ്കിൽ ഇവൻ ഇതിനു മുന്നേ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഇവൻ്റെ ഒരു കുരുട്ട് ബുദ്ധി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ ഇവൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല. ദിലീപും ഫാമിലിയും ഇതിന് കൂട്ടുനിന്നില്ല. നടി ഇതിന് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവൻ ഊരിപ്പോരാൻ, അല്ലെങ്കിൽ ഇവന് രക്ഷപ്പെടുവാൻ, ഇവൻ ഒരു നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തു എന്ന് തന്നെയാണ് ഈ കേസിൽ
സംഭവിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഈ ഫിലിം ഫീൽഡുകളിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ നായികമാർ, സൂപ്പർ സ്റ്റാറുകളും നടിമാരുമായിട്ടുള്ളവരൊക്കെ വഴിയെ കൂടെ പോകുന്നത് ആര് കണ്ടാലും ഏത് വഴിയെ കൂടെ പോകുന്നവനും എന്ത് ചെയ്യും? ഓടി ചെന്നിട്ടൊരു സെൽഫി, മാഡം ഒരു സെൽഫി, അല്ലെങ്കിൽ സാർ ഒരു സെൽഫി എന്ന് പറഞ്ഞിട്ട് ചെല്ലും. അവരതിനെ നിന്ന് കൊടുക്കും. കാരണം അവർക്ക് അവരുടെ ഒരു ഇമേജ്, ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായ സമയത്ത് ഇവർക്ക് ഇവരുടെ ഇമേജ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവർ നിന്ന് കൊടുക്കും. എന്നിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് ഈ വഴിയെ കൂടെ പോകുന്നവന്മാരല്ല, ഞാൻ അവരുടെ ആളാ, ഇവരുടെ ആളാ, അല്ലെങ്കിൽ ആ നടിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ നടനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് വലിയ സ്റ്റാർ ആകാൻ കളിക്കും. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്കറിയാം, ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകും. ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്നതാണ്, വഴിയെ കൂടെ പോകുമ്പോൾ ചുമ്മാ സെൽഫി എടുത്തിട്ടേക്കുന്നതാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അല്ലാത്തവരൊക്കെ ഇവന്മാർ വലിയ ആനയാണ് ജേനയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പോൾ നമ്മൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ എടുത്ത കുറേ എണ്ണമുണ്ട്. ഫിലിം ഫീൽഡ്, വർക്കിങ്ങിൻ്റെ അവിടെ കൊടുക്കുന്ന, വർക്ക് പ്ലേസിൻ്റെ അവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താണെന്ന് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ലൈറ്റ് ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെയും താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ക്ലീൻ ചെയ്യുന്നവനായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രീഷ്യനോ പ്ലംബറോ ആയിരിക്കാം, അല്ല എങ്കിൽ ഇവൻ അവിടുത്തെ ഭക്ഷണം പാകം ചെയ്യുന്നവനോ പാത്രം കഴുകുന്നവനോ ഭക്ഷണം വിളമ്പുന്നവനോ ഭക്ഷണം ഉണ്ടാക്കുന്നവനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ കുട പിടിച്ച് കൊടുക്കുന്നവനോ മേക്കപ്പ് മാനോ അതിൻ്റെ പിന്നിലുള്ളവരോ ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ കുട്ടിയായിട്ട് ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന 75% കള്ളന്മാരും ക്രിമിനൽസുമാണ്. ഇവന്മാർ പലപ്പോഴും ഇതിനകത്ത് ഈ ഫെയിം ഉള്ളവരെ വെച്ചിട്ട് മുതലെടുക്കുന്നവന്മാരാണ്. ബാക്കി 25% നല്ലവരുണ്ട്. അത് ഞാൻ അടിവരയിട്ട് പറയുന്നു. 25% നല്ല ആൾക്കാരുണ്ട്, അത് അടിവരയിട്ട് തന്നെ പറയുന്നു. ഈ 75% ഇങ്ങനെയുള്ള കുറുക്കന്മാരാണ്. അതായത് ഈ നടന്മാരുടെ, നടിമാരുടെ, പ്രശസ്തരായ സംവിധായകരുടെയും എന്താ പറയുക, പ്രൊഡ്യൂസർമാരുടെയും ഒക്കെ ഫെയിം വെച്ചിട്ട് വലിയ ആളാകുന്നവന്മാരാണ്. അതുകൊണ്ടാണല്ലോ ഈ ചില നടിമാർ ഹേമ കമ്മിറ്റിയിൽ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല ഭക്ഷണം പോലും കിട്ടണമെങ്കിൽ ഇവന്മാർക്ക് കിടന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്ന്. അതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത് ഇവന്മാരായിരിക്കും. കാരണം നമ്മൾക്കറിയാം, ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും അതുമല്ല, ഒരു പുതിയതായിട്ട് വരുന്ന ഒരു പുതുമുഖ നായികയോ അല്ലെങ്കിൽ അസിസ്റ്റന്റുമാരായിട്ടുള്ളവർ ആരും എന്ത് ചെയ്യത്തില്ല, കംപ്ലൈൻറ്റിൽ പോകത്തില്ല എന്ന് ഇവന്മാർക്കറിയാം. അതുകൊണ്ട് ഇവന്മാർക്ക് കിട്ടത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഇവന്മാർ ആ ഒരു രീതിയിലൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊരു പക്ഷേ ഈ നടിമാർക്ക് കംപ്ലൈൻറ്റ് ചെയ്യുവാനും പറ്റത്തുണ്ടാകുന്നില്ല. മറ്റുള്ള വലിയ നടന്മാരോ അതിൻ്റെ പ്രൊഡ്യൂസർമാരോ ആരും ഇത് അറിഞ്ഞിട്ടും ഉണ്ടാകത്തില്ല. കാരണം ഈ ഭക്ഷണത്തിൻ്റെ ഒക്കെ പേരിൽ കംപ്ലൈൻറ്റുമായിട്ട് ഇവർ പോകത്തില്ലല്ലോ. അത് ഇവന്മാർക്കൊരു വളമായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇവന്മാരുടെ ഈ കുട്ടി ജോലികളും വെച്ചിട്ട് പുതിയതായിട്ട് വരുന്ന നായികമാരെയും പുതിയതായിട്ട് വരുന്ന അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെയും ഒക്കെ ഇവന്മാരെന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറേ പേരെയൊക്കെ അവർക്ക് കിട്ടി, കുറേ പേരെയൊന്നും ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൾസർ സുനീനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, ഡ്രൈവർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നടന്മാരുടെ, നടിമാരുടെ ഒക്കെ മിക്ക കാര്യങ്ങളും ഇവർക്കറിയാം. കാരണം എവിടെ പോകുമ്പോഴും ഇവന്മാരെ എഴുന്നള്ളിച്ചുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. എല്ലാ ഡ്രൈവർമാരെയും പറ്റിയല്ല ഞാൻ പറയുന്നത്. 75% കള്ളന്മാർ, ക്രിമിനൽസുമാണ്. 25% നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരെ ക്ഷമിക്കുക, നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവർമാർക്കറിയാം, ഇവർ പോകുന്ന വഴികളും എല്ലാം ഇവന്മാർക്കറിയാം, ഇവരുടെ രഹസ്യങ്ങളൊക്കെ ഇവന്മാർക്കറിയാം. അത് വെച്ചിട്ട് ഇവന്മാർ കളിക്കുന്നുണ്ടാകും. കാരണം പലപ്പോഴും ഇവർക്കും സൈലൻ്റായി പോകേണ്ട അവസ്ഥ വരും. കാരണം ഇവന്മാരുടെ കളി കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും ഈ നടന്മാർക്കോ നടിമാർക്കോ ഒക്കെ സൈലൻ്റായി പോകേണ്ടി വരും. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പുറത്തോട്ട് പറഞ്ഞാൽ അവരുടെ ഇമേജ് നഷ്ടമാകുമെന്നുള്ളൊരു ഭയവും ഇവർക്കുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇവന്മാർ, പൾസർ സുനീനെ പോലെയുള്ളവന്മാരൊക്കെ ഈ ഫിലിം ഫീൽഡിൽ കിടന്നുകൊണ്ട് ഈ വിളഞ്ഞ് ഇങ്ങനത്തെ എന്താ പറയുക കളികൾ കളിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിലീപ് എന്ന വ്യക്തിക്കും കുടുംബത്തിനും നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്തെ സത്യം വെളിയിൽ വരണം. ആ നടിക്ക് എന്തായാലും നീതി ലഭിക്കണം. ഇരയായ പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം. കാരണം വളരെ പൈശാചികമായി തന്നെയാണ് അവർ ഇതിനകത്ത് ബലിയാടായിരിക്കുന്നത്. പിന്നെ അവരെയും പറയാൻ പറ്റത്തില്ല. ഈ പൾസർ സുനി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും അത് വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. കാരണം അവർക്കറിയാം ഈ ദിലീപിനും ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കും അറിയാം. അപ്പം ആരാണെങ്കിലും വിശ്വസിക്കും. ഇപ്പം മഞ്ജു വാര്യർ എടുത്താൽ മഞ്ജു വാര്യറും അത് വിശ്വസിക്കും. കാരണം ഈ സ്ത്രീയോട്, അതായത് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയോട് ഈ പൾസർ സുനി തന്നെ പറഞ്ഞു ഇന്ന ആളുടെ കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആരും അത് വിശ്വസിക്കും. കാരണം എല്ലാവരും വിശ്വസിച്ച്, അത് തന്നെയാണ് മഞ്ജു വാര്യരും അതുപോലെയുള്ള ഫിലിം ഫീൽഡിലുള്ളവരും ഒക്കെ വിശ്വസിക്കാൻ കാരണം ഈ മൊഴിയാണ്. കാരണം ഈ പൾസർ സുനി പറഞ്ഞ മൊഴിയാണ്. അപ്പോൾ അതിനകത്തെ ആധികാരികത തിരിച്ചറിയണമെങ്കിൽ ഇവൻ്റെ ചരിത്രം എടുക്കണം. ഇവൻ പക്ക ക്രിമിനലും പക്ക സ്ത്രീ ലംബടനുമാണെന്നുള്ളത് നമ്മൾക്ക് ഇതിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഇവൻ ശരിക്കും ആ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ കുടുംബത്തെയും കരിവാരി തേക്കുകയായിരുന്നു എന്ന് നഖശികാന്തം തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഫോട്ടോ വരുമ്പോഴത്തേക്കും, ദിലീപിൻ്റെ ഒരു കുഞ്ഞുമോൾ, അതിൻ്റെ ഫോട്ടോ വരുമ്പോൾ തന്നെ, മഹാലക്ഷ്മി എന്ന് പറയുന്ന കുഞ്ഞുമോളുടെ ഫോട്ടോ വരുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ പോയിട്ട് എന്തെല്ലാം വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ് ആൾക്കാരിരുന്നത്. ആ കുഞ്ഞു പോലും ഇതിനകത്ത് ബലിയാടാകുകയാണ്. അപ്പോൾ അവർക്ക് നീതി ലഭിക്കുക തന്നെ വേണം. ഇത് ഈ പൾസർ സുനി എന്ന് പറയുന്ന കുറുക്കൻ്റെ ബുദ്ധിയിൽ ഒഴിച്ചത്
തന്നെയാണ്. ഇവൻ മാത്രമാണ്, ഇവനും ഇവനോട് ചേർന്ന് നിന്ന ബാക്കിയുള്ള കൂട്ടാളികൾ മാത്രമാണ് ഇതിനകത്ത് പ്രതിയെന്ന് ഈ അവസരത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അത് തന്നെ വിശ്വസിക്കുക തന്നെ വേണം. കാരണം ഇവൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. എനിവേ എന്തായാലും ദിലീപിന് നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.